ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള BBC ഡോക്യുമെൻ്ററി ഒന്നും രണ്ടും ഭാഗങ്ങളാണ് രാജ്യം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ആ ഡോക്യുമെൻ്ററികൾ കാണുന്നതും കാണിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനമായി മാറിയിരിക്കുന്നു. രാജ്യമെമ്പാടും അത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി BBC ഡോക്യുമെൻ്ററികൾ ചർച്ചയായതിനു പിന്നിൽ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ നീറുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ കണ്ണും കാതും തുറന്നു പിടിക്കാൻ ഇടയാക്കിയതിന് പിന്നിൽ CPMൻ്റെയും അനുബന്ധ സംഘടനകളുടെയും രാഷ്ട്രീയ നിലപാടുണ്ട് എന്ന് വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കാനാണ് ഈ വർത്തമാനം. ഇടതുപക്ഷം ആ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുക എന്ന തീരുമാനം ഒരു രാഷ്ട്രീയ ദൗത്യമായി ഏറ്റെടുത്തതിൻ്റെ ആ നിമിഷം മുതലാണ് മറ്റുള്ളവരെല്ലാവരും ആ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാനുള്ള തങ്ങളുടെ തീരുമാനം ധൈര്യത്തോടെ പറയാൻ തയ്യാറായത്. SFIയും DYFIയും കേരളത്തിലെ ക്യാമ്പസുകളിലാകെ കണ്ണൂരിൽ തുടങ്ങി തിരുവനന്തപുരത്ത് ലോ കോളേജ് ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ അത് പ്രദർശിപ്പിച്ചു. തെരുവിൽ DYFI പ്രദർശിപ്പിച്ചു. തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ യുവമോർച്ചയും DYFIയും തമ്മിൽ മുഖാമുഖം സംഘർഷമായി. അങ്ങനെ ഡോക്യുമെൻ്ററി പ്രദർശനം ഒരു രാഷ്ട്രീയ സംഘർഷമായി മാറാനുള്ള കാരണം ആ ഡോക്യുമെൻ്ററിയുടെ പുറകിലെ വംശഹത്യയുടെ ഞെട്ടിക്കുന്ന വസ്തുതകൾ കേരളം, രാജ്യം ചർച്ച ചെയ്യണം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനമാണ്. എന്തുകൊണ്ടാണത്? രാജ്യത്തെ ഇടതുപക്ഷം, അതിന് നേതൃത്വം നൽകുന്ന CPMന് അനുബന്ധ സംഘടനകൾ ഈ ഡോക്യുമെൻ്ററി BBC പുറത്തുവിട്ട ആ ഒരു ദിവസം പെട്ടെന്നെടുത്ത ഒരു നിലപാടിൻ്റെ ഭാഗമല്ല ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാലങ്ങളായി കൃത്യമായ ബോധ്യത്തോടുകൂടി ഇടതുപക്ഷം പറയുന്ന വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവിക തുടർച്ചയാണ് ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കലും അതിനുവേണ്ടിയുള്ള ഇച്ഛാശക്തിയുള്ള ധീരമായ നിലപാടും. കേരളത്തിൽ SFIയും DYFIയും അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൻ്റെ തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ആ തീരുമാനത്തിൻ്റെ തുടർച്ചക്കാരാവാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അവരും പ്രദർശിപ്പിക്കാൻ തയ്യാറായി. ഇന്ന് നമ്മൾ ഈ സംഭാഷണം വർത്തമാനം നടത്തുന്ന ദിവസം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ദിരാഭവനിൽ, KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വൈകുന്നേരം 5 മണിക്ക് ഡോക്യുമെൻ്റ് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഡോക്യുമെൻ്റ് പ്രദർശിപ്പിക്കാൻ തുടങ്ങിയതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, വിഖ്യാതമായ JNUവിൽ ഡോക്യുമെൻ്റ് പ്രദർശിപ്പിക്കാൻ SFIയും NSUവും ചേർന്ന് തയ്യാറായത്. SFI ആയിരുന്നു അതിൻ്റെ മുൻ നിരയിൽ നിന്നത്. അതിനെ പല രീതിയിൽ തടയാൻ ABVPയും സംഘപരിവാറും JNUവിൻ്റെ നിയന്ത്രണം ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന സംഘപരിവാർ അനുകൂല അധ്യാപകരും എല്ലാവരും ശ്രമിച്ചു. പോലീസും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനുമെല്ലാം ഒന്നായി. ഒരു രീതിയിലും തടയാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഡോക്യുമെൻ്റ് പ്രദർശനത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ടാണ് അവർ തങ്ങളുടെ രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ചത്. പക്ഷേ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ആ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചുകൊണ്ട് JNUവിലെ വിദ്യാർത്ഥി സമൂഹം തങ്ങളുടെ ചെറുത്തുനിൽപ്പ്, തങ്ങളുടെ കൃത്യമായ ഇച്ഛാശക്തിയോടുള്ള ദിശാബോധത്തോടുകൂടിയുള്ള നടപടി തുടരുക തന്നെ ചെയ്തു. നമ്മൾ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ. രാജസ്ഥാനിൽ കോൺഗ്രസ്സാണ്, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്സാണ്, ഝാർഖണ്ഡിലും കോൺഗ്രസ്സാണ്. ഇവിടെ എവിടെയെങ്കിലും കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, NSU അല്ലെങ്കിൽ അവർ അനുബന്ധ സംഘടനകൾ ഏതെങ്കിലും ഈ ഡോക്യുമെൻ്റ് പ്രദർശിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാരുണ്ട്.
ആ സർക്കാരിനും അതിന് പിന്നിലെ രാഷ്ട്രീയ മുന്നണിക്കും രാഷ്ട്രീയ പാർട്ടിക്കും ഈ ഡോക്യുമെൻ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്. കേരളത്തിൽ സുരക്ഷിതമായി ഡോക്യുമെൻ്റ് പ്രദർശിപ്പിക്കാമെന്ന് കോൺഗ്രസിനും ബോധ്യമുണ്ട്. തങ്ങൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ പോലും അവർക്ക് ഉറപ്പില്ല. അവിടെ സംഘപരിവാർ ഗുണ്ടകൾ ഒരുപക്ഷെ ഡോക്യുമെൻ്റ് പ്രദർശിപ്പിക്കാൻ തയ്യാറാകുന്നവർക്കെതിരെ, കോൺഗ്രസിനെതിരെ, ഭരിക്കുന്നവർക്കെതിരെ കായികമായി ആക്രമണം നടത്തിയേക്കാമെന്ന ഭയമുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പം ഭരിക്കുന്ന ഇടതുപക്ഷമല്ല എന്ന് വെച്ചോ, കോൺഗ്രസ് ആണെന്ന് വെച്ചോ, UDF ആണെന്ന് വെക്കും, അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ മനസ്സുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷം കാലങ്ങളായി കെട്ടിപ്പടുത്തുകൊണ്ട് വന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. അത് വർഗീയ വിരുദ്ധമാണ്, ഫാസിസ്റ്റ് വിരുദ്ധമാണ്, മതനിരപേക്ഷതയോട് പ്രതിബദ്ധതയുള്ളതാണ്. അതാണ് ഇവിടെ മറ്റ് സംഘടനകൾക്കും ഇവിടെ എല്ലാവർക്കും ഡോക്യുമെൻ്റ് പ്രദർശിപ്പിക്കണമെന്നും കാണണമെന്നുമുള്ള തീരുമാനവും അത് നടപ്പാക്കാനുള്ള ധൈര്യവും ഉണ്ടാകാൻ കാരണം. ആ ധൈര്യം പകർന്നു നൽകുന്ന ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ കൃത്യമായി നമ്മൾ തിരിച്ചറിയുകയും പ്രകീർത്തിക്കുകയും വേണം. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരായ മതനിരപേക്ഷതയിലൂന്നിയ ഇടതുപക്ഷ നിലപാട് തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഈ ഡോക്യുമെൻ്റ് വരുന്നത്. സ്വാഭാവികമായും ഡോക്യുമെൻ്ററി കാണിക്കുക എന്നതും ഡോക്യുമെൻ്ററി നിരോധനത്തെ ചെറുക്കുക എന്നതും ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാറുന്നു, ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായി മാറുന്നു. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടല്ല. അതാണല്ലോ കാര്യം. ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിക്കലാണ്. അതിൽ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ, ഈ ഒരു കാര്യം തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇത് എക്സ്പോസ് ചെയ്യേണ്ടത്, ഈ ഡോക്യുമെൻ്ററി ജനത്തിന് മുന്നിൽ കാണിക്കേണ്ടതും നരേന്ദ്രമോദിയുടെയും BJPയുടെയും ആരോപിക്കപ്പെടുന്ന വർഗീയ മുഖം തുറന്നു കാട്ടേണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ ദൗത്യമാണ് എന്നും അവർ തിരിച്ചറിയുന്നു എന്നതാണ് പ്രധാനം. ഈ തിരിച്ചറിവിനെ കേരളം ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളുണ്ട്. എന്താണെന്നോ, കേരളത്തിൽ പോലും കഴിഞ്ഞ കുറേ കാലമായി പല തലങ്ങളിൽ വർഗീയ ഫാസിസം പിടിമുറുക്കുന്നു. എല്ലാ തരത്തിലുള്ള വർഗീയതകളും പിടിമുറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇടതുപക്ഷത്തിൻ്റെ ശക്തിയൊന്ന് ദുർബലപ്പെട്ടാൽ, പിടിയൊന്ന് അയഞ്ഞാൽ, ഈ വർഗീയ ശക്തികളെല്ലാം തങ്ങളുടെ മേധാവിത്വത്തിൻ്റെ നീരാളിക്കൈകൾ കൂടുതലായി പിടിമുറുക്കാൻ ശ്രമിക്കും. കോൺഗ്രസ് ഭരിച്ച് തകർന്ന് തരിപ്പണമായ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഗുജറാത്തിലും UPയിലും മധ്യപ്രദേശിലും അടക്കം രാജ്യത്തെ വലിയ സംസ്ഥാനങ്ങളിൽ, ഭൂമിശാസ്ത്രപരമായ വലിയ സംസ്ഥാനങ്ങളിൽ, ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്നത്. അവിടെയൊക്കെ കോൺഗ്രസ് മതനിരപേക്ഷതയിലൂന്നിയ രാഷ്ട്രീയം കൈയൊഴിയുകയും സംഘപരിവാറിന് കൃത്യമായി കടന്നു വരാൻ വഴിയൊരുക്കുകയും ചെയ്തപ്പോഴാണ് അവിടെ ന്യൂനപക്ഷങ്ങളും ദളിതുകളും അടക്കമുള്ള ആളുകൾ പാർശ്വവൽക്കൃതരായത്, അവർക്കവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായത്. കേരളത്തിൽ അങ്ങനെയല്ലാത്തത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ രാഷ്ട്രീയ പിടി മുറുകിയിരിക്കുന്നതുകൊണ്ടാണ്. ആ രാഷ്ട്രീയമായ പ്രതിബദ്ധത, സത്യസന്ധത, മതനിരപേക്ഷതയിലുള്ള കൂറ് ഒന്നയഞ്ഞാൽ ഇവരെല്ലാം ചേർന്ന് കേരളത്തെ UPയോ ഗുജറാത്തോ മറ്റെന്തെങ്കിലുമൊക്കെയോ ആക്കി കേരളത്തിൻ്റെ വിഖ്യാതമായ മതനിരപേക്ഷ രാഷ്ട്രീയ അടിത്തറ തകർത്ത് തരിപ്പണമാക്കി കളയും. അതുണ്ടാവാതിരിക്കാനുള്ള രാഷ്ട്രീയമാണ് നമ്മൾ പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ പല തീരുമാനങ്ങളോടും പരസ്യമായി കലഹിച്ചുകൊണ്ട് തന്നെ അനുകൂലിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ പ്രതിബദ്ധതയെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്നത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പ്രതിബദ്ധതയോട് നമ്മൾ കാണിക്കുന്ന കൂറിൻ്റെ ഭാഗമാണ്. പറഞ്ഞു വന്നത്, ഈ ഡോക്യുമെൻ്ററി രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷം തുടങ്ങിവെച്ച ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമാണ്. ആ ക്യാമ്പയിനാണ് ഇടതുപക്ഷത്തെ ഇടതുപക്ഷമാക്കുന്നത്. രാജ്യത്തിന് ഭാവിയിൽ ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കാവുന്ന പൊളിറ്റിക്സാണത്. അതിനൊപ്പം നിൽക്കുക എന്നത് ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. അത് ഉണ്ടാവുക എന്നത് ആ ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ അടിത്തറ തന്നെയാണ്. അത് മനസ്സിലാക്കുക എന്നാണ് പ്രധാനം. നന്ദി, നമസ്കാരം.